വെൽക്കം ടു മൈ ചാനൽ CS Edu Corner. മൈസെൽഫ് കാർത്തിക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CBSE +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ തേർഡ് യൂണിറ്റിൻ്റെ തേർഡ് ചാപ്റ്റർ കണ്ടീഷണൽ ആൻഡ് ലൂപ്പിംഗ് കൺസ്ട്രക്റ്റ് എന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ CS Edu Corner എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതിൽ കയറി ബാക്കി ചാപ്റ്റേഴ്സ് കാണേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് ചില കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രണ്ട് നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഏതാണ് ഗ്രേറ്റർ, A>B അതാണെന്ന് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ ലൂപ്പിംഗ് കൺസ്ട്രക്റ്റുകളുടെ ആവശ്യം വരിക. അത് ആദ്യം നമ്മൾ പഠിക്കുന്ന ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്നും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്നും പ്രിൻറ്റ് ചെയ്യണം. വേണ്ട, ഈ നെഗറ്റീവ് പാർട്ട് ഇപ്പോൾ പറയുന്നില്ല, പോസിറ്റീവ് ആണെന്ന് പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? X>0 ആണെന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? X പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് കോഡ്സ് ഇട്ടേക്കുന്ന ഇങ്ങനെയല്ല, ഇങ്ങനെ സിംഗിൾ കോഡ്സോ ഒന്നുകിൽ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ഏതിലാണോ തുടങ്ങുന്നത് അതിൽ അവസാനിക്കണം. ഓക്കെ, നമുക്കത് യൂസ് ചെയ്യാം പ്രിൻറ്റിൻ്റെ കൂടെ. അതുപോലെ കണ്ടീഷൻ ചെക്കിങ് എൻഡ് ചെയ്യുമ്പം ഈ കോളൺ യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൂപ്പിംഗ് കൺസ്ട്രക്റ്റും ഒരുവിധം എല്ലാം ലൂപ്പിംഗ് കൺസ്ട്രക്റ്റ് വരെ കംപ്ലീറ്റ് ആവും. അപ്പോൾ അത്രയും പോർഷൻസ് വരെയുള്ള സിമ്പിളായിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമുകൾ, അതായത് തുടക്കക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അടുത്ത വീഡിയോ. എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്ത് പോവരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓണാക്കി ഇടേക്കണം. ഞാൻ ക്ലാസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഇഫ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എഴുതുക, എന്നിട്ട് അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫിന് ശേഷം എഴുതിയേക്കുന്ന ഈ കണ്ടീഷന് ഇതിനെ നമ്മൾ X>0 എന്ന് എഴുതിയേക്കുന്നതിന് കണ്ടീഷൻ എന്നും, ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ X ഈസ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യാനുമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇനിയുണ്ടാവും ഇഫ് കണ്ടീഷൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ പറഞ്ഞു X>0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിൻറ്റ് X ഈസ് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യും അല്ലേ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടത് X>0 അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു എൽസ് പാർട്ടോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻറ്റ് നെഗറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം, ഇഫ് എൽസ് ആയിട്ട് ഉപയോഗിക്കാം. അതുമല്ല എലിഫ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഇഫ് എൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എലിഫ് കണ്ടീഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് പറയാം. ഇപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ കമ്പൈൻ ചെയ്യണം. അതായത് ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ് >85 ആണെന്നുണ്ടെങ്കിൽ A ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ 17 ആൻഡ് 85 എന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻസ് കമ്പൈൻ ചെയ്ത് നോക്കണം. എങ്കിൽ നമുക്ക് ഈ എലിഫ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാം. ഓക്കെ, ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ബി ഗ്രേഡ് പ്രിൻറ്റ് ചെയ്യുക ബിറ്റ്വീൻ 70 ആൻഡ് 85 ആണെങ്കിൽ, 60ക്കും 70ക്കും ഇടയിലാണെങ്കിൽ C ഗ്രേഡ്, 45ക്കും 60ക്കും ഇടയിലാണെങ്കിൽ D ഗ്രേഡ്. ഇങ്ങനെ മോർ ദാൻ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ എലിഫ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാം. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എൽസ് പാർട്ടിൽ ഏതാണോ വേണ്ടുന്നത് അത് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് പൈത്തണിനകത്ത് എഴുതാൻ സിമ്പിളായിട്ട് വേറൊരു വേ ഉണ്ട്. അതെന്ന് വെച്ചാൽ അതാണിത്. നമ്മൾ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ 1ലുള്ള വാല്യൂ ഈ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യുക. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ 2ലുള്ള വാല്യൂ ഈ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യുക. അതാണ് മറ്റൊരു രീതി. ഇതെല്ലാം എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സിൻടാക്സ് പറഞ്ഞു പോവുക. പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
ആണ്ടേ ഇത് ഇവിടെ ദാണ്ട് ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാണ്. എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 10. എക്സിനകത്തോട്ട് അസൈൻ ചെയ്തേക്കുന്നത് ട്രൂവും വൈയിനകത്തോട്ട് കൊടുത്തേക്കുന്നത് ഫോൾസ് ആണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ റിസൾട്ടിനകത്തോട്ട് എന്ത് ചെയ്യുക? എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എക്സിനകത്തുള്ള വാല്യൂ റിസൾട്ടിൽ കൊടുക്കുക. എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്നുണ്ടെങ്കിൽ വൈയിലുള്ള വാല്യൂ റിസൾട്ടിൽ കൊടുക്കുക അല്ലേ. അപ്പം എ ലെസ് ദാൻ ബി എ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്സിലെ വാല്യൂ റിസൾട്ടിൽ കൊടുക്കണം. എ ലെസ് ദാൻ ബി അല്ല എന്നുണ്ടെങ്കിൽ വൈയിലെ വാല്യൂ റിസൾട്ടിൽ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 5 ആണെന്നറിയാം, ബിയുടെ വാല്യൂ 10 ആണെന്നറിയാം. അപ്പോൾ 5 ലെസ് ദാൻ 10 ആണല്ലേ. അപ്പോൾ എക്സിലെ വാല്യൂ ആണ് നമ്മൾ റിസൾട്ടിൽ കൊടുക്കേണ്ടത്. എക്സിലെ വാല്യൂ എന്താണ്? ട്രൂ ആണല്ലേ. അപ്പോൾ ട്രൂ എന്ന വാല്യൂ റിസൾട്ടിൽ കൊടുക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി അടുത്തത് ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഒന്നിൽ കൂടുതൽ ടൈം ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൂപ്സ് ഉപയോഗിക്കുന്നത്. പൈത്തണിനകത്ത് 2 ലൂപ്പിംഗ് കൺസ്ട്രക്റ്റാണുള്ളത്, വൈൽ സ്റ്റേറ്റ്മെൻറ്റും ഫോർ സ്റ്റേറ്റ്മെൻറ്റും. ഓക്കെ, അപ്പോൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. വൈൽ എഴുതിയിട്ട് കണ്ടീഷൻ എഴുതാം. കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് വേണം? കോളൻ വേണം. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് പാർട്ട് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലേ. ഇതിനകത്ത് എൽസ് പാർട്ട് വെച്ചിട്ട് വേറെ സ്റ്റേറ്റ്മെൻറ്റും എഴുതാം. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഇതേണ്ട 1 to 10 എന്ന് പറഞ്ഞ് 10 വരെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്തു? നമുക്ക് 1 to 10 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ i = 1 എന്ന് കൊടുത്തു. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ ഐയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസാണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഐയുടെ വാല്യൂ 1 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 10 വരെ ആകുന്നത് വരെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. പ്രിൻ്റ് ഐയുടെ വാല്യൂ 10 ആകുന്നവരെ ഐ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തു, 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണെങ്കിൽ എന്ത് ചെയ്തു? 1 പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത്? ഐയുടെ വാല്യൂ 1 + 1 ആയി. ഇൻക്രിമെൻ്റ് എന്നതിന് പറയുന്നു, 1 കൂടി പോവുക. അപ്പോൾ 1 + 1 ആയപ്പോൾ ഐയുടെ വാല്യൂ 2 ആയല്ലേ. അപ്പോൾ 2 എവിടെ വന്നു? ഈ കണ്ടീഷനിൽ വന്ന് 2 ചെക്ക് ചെയ്തു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ? ആണ്. അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പ്രിൻറ്റ് ചെയ്തു ഐയുടെ വാല്യൂ എത്രയായിരുന്നു? 2 ആയിരുന്നു. അങ്ങനെ 3, 4, 5, 6, 10 വരെ പ്രിൻറ്റ് ചെയ്യും. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 11 ആവും അല്ലേ അവസാനം. 11 ആവുമ്പോൾ ഇവിടെ വന്നും ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ലൂപ്പ് എക്സിറ്റ് ആവും. മനസ്സിലായോ? അങ്ങനെയാണ് 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇത് ചെയ്തത് കാണിച്ചേക്കാണ്. i = 1 കൊടുത്തു, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആകുന്നത് വരെ ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. ഐയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അല്ല, ഇതെല്ലാം കഴിഞ്ഞു. 10 വരെ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വേണം? 11 ആയി കഴിയുമ്പോൾ എന്ത് വേണം? കമ്മിങ് ഔട്ട് ഓഫ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണം. ഇവിടെ ഒരു പ്രിൻ്റ് എന്ന് മാത്രമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നതുണ്ടോ? ഇതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ വരെ 1 to 10 വരെ പ്രിൻറ്റ് ചെയ്ത് നിന്നിട്ട് ഈ കമ്മിങ് ഔട്ട് ഓഫ് ലൂപ്പ് അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നെസ്റ്റഡ് ലൂപ്പാണ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൈൽ ലൂപ്പിനകത്ത് തന്നെ വേറൊരു വൈൽ ലൂപ്പ് വരിക. അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. 1, 1, 2, 1, 2, 3, 1, 2, 3, 4. ഇവിടെ 3 വരെയുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ഐയുടെ വാല്യൂ നമുക്ക് ആദ്യം 1 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഐയുടെ വാല്യൂ 1 ആയിട്ട് കൊടുത്തു. ഐയുടെ വാല്യൂ 3 ആകുന്നത് വരെ ഈ പ്രോഗ്രാമിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ലാസ്റ്റിലത്തെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂടെയല്ല വരേണ്ടത്. ഇൻഡൻറ്റേഷൻ കറക്റ്റ് അല്ല. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഞാൻ സെയിം ആയിട്ട് കോപ്പി ചെയ്തതാണ്. ഇൻഡൻറ്റേഷൻ കറക്റ്റ് അല്ല, കുറച്ചുകൂടി ഇങ്ങോട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുന്നത് വരെ നമ്മൾ എന്ത് വേണം? j = 1 ആണ് ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവുക. ഓക്കെ, എന്ന് വെച്ചാൽ ജെയുടെ വാല്യൂ 1, ഐയുടെ വാല്യൂ 1 ആണ് അല്ലേ.
അന്നേരം ഇവിടെ എന്ത് ചെയ്തു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ എന്ത് വേണം, ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്ന എത്രയാണ്, ജെയുടെ വാല്യൂ 1 എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ജെയുടെ വാല്യൂ 2 ആയി. ജെയുടെ വാല്യൂ 2 ആയില്ലേ, ജെ ഈക്വൽ ടു ജെ പ്ലസ് 1. അപ്പോൾ 2 ആയപ്പോൾ എന്ത് ചെയ്തു, ഈ കണ്ടീഷനിൽ വന്നിട്ട് ചെക്ക് ചെയ്തു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, അല്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. എക്സിറ്റായി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ പ്രിൻ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നെക്സ്റ്റ് ലൈനിലാണ് ഇനി അടുത്ത ഔട്ട്പുട്ട് വരിക. എന്നിട്ട് ഐയുടെ വാല്യൂ എന്ത് ചെയ്തു, 1 കൂടി. ഐയുടെ വാല്യൂ 1 ആയിരുന്നു, 1 കൂടിയപ്പോൾ 2 ആയി. അപ്പോൾ 2 ഇവിടെ വന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ എന്ന്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ ജെയുടെ വാല്യൂ എന്താ, 1 തന്നെയാണ് അല്ലേ. മറ്റേ ലൂപ്പ് എക്സിറ്റ് ആയി. ഇനി ജെ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങുകയാണ്. ജെ ഈക്വൽ ടു 1 ആണ്. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 2 ആണല്ലേ. ഐയുടെ വാല്യൂ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നെക്സ്റ്റ് ലൈനിൽ ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ജെയുടെ വാല്യൂ 1 കൂടി 2 ആയി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്തു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ. ഐയുടെ വാല്യൂ 2 അല്ലേ. ഇപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ആണല്ലേ, ഈക്വൽ ടു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്തു, അടുത്ത ലൈനിൽ ജെയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻ്റ് ആയി അല്ലേ. അപ്പോൾ 2 എന്നുള്ള ജെയുടെ വാല്യൂ ഇപ്പം 3 ആയി. 3 ആയപ്പോൾ ലൂപ്പിൽ വന്ന് ചെക്ക് ചെയ്തു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ, അല്ല. അപ്പോൾ ആ ലൂപ്പ് വീണ്ടും എക്സിറ്റായി. ആ ലൂപ്പ് എക്സിറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൈനിനുള്ള കോഡ് അതായത് പ്രിൻ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി അടുത്തത് വരുന്ന അടുത്ത ലൈനിലാണ് അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ എന്ത് ചെയ്തു, ഒന്നുകൂടെ കൂടി. 2 ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ 3 ആയി. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയി അല്ലേ. അപ്പോൾ ജെയുടെ വാല്യൂ പിന്നെ എന്തായി, 1 ആയി അല്ലേ. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ നോക്കി, ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ജെയുടെ വാല്യൂ അതായത് 1 പ്രിൻറ്റ് ചെയ്തു. ഇനിയിങ്ങനെ 2ഉം 3ഉം വരെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ 3 ആയി കഴിയുമ്പോൾ ലൂപ്പ് എക്സിറ്റ് ആവുന്നു. ലൂപ്പ് എക്സിറ്റ് ആയിട്ട് പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആയി. അപ്പോൾ ഇവിടെ ലൂപ്പിൽ വന്ന് നോക്കും 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ എന്ന്, അല്ല. അപ്പം പ്രോഗ്രാം അവിടെ സ്റ്റോപ്പായി. ഇത്രയും പാറ്റേൺ അന്നേരം പ്രിൻ്റായി. ഓക്കെ, ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ലൂപ്പിംഗ് കൺസ്ട്രക്റ്റാണ് ഫോർ ലൂപ്പ്. ഇപ്പോൾ 4ൻ്റെ സിൻടാക്സ് ആണിത്. 4 ടാർഗറ്റ് ലിസ്റ്റ് ഇൻ എക്സ്പ്രഷൻ ലിസ്റ്റ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇത് ലൂപ്പിംഗ് കൺസ്ട്രക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ലൂപ്പ് എഴുതിയിട്ട് അതിനെ പറ്റിയിട്ട് ചെറിയൊരു എന്തിനാണ് ഉപയോഗിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ഒരു ടാസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് അത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആ സിൻടാക്സ് എഴുതിയിട്ട് വേണം ഒരു സിമ്പിൾ എക്സാമ്പിൾ എഴുതി കൊടുക്കാൻ. അതുപോലെ 4 സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഈ സിൻടാക്സ് എല്ലാത്തിൻ്റെയും പഠിച്ചു വെച്ചേക്കണം. നമുക്ക് ഫോർ ലൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്തത് ഫോർ ലൂപ്പിന് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. അതിനകത്ത് ഞാൻ എക്സാമ്പിൾ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇപ്പം എനിക്ക് 1 to 10 വരെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തും എടുക്കണം, ഫോർ ലൂപ്പിനകത്ത് 4 ഐയുടെ വാല്യൂ എത്രയാ, റേഞ്ച് ഇൻ റേഞ്ച് എത്രയാ, 1 to 10 എനിക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ 10 എന്ന് കൊടുക്കരുത്, 1,11 എന്ന് കൊടുക്കണം. ഇത് 1 വെച്ചിട്ട് കൂടിയാണ് പോണ്ടത്. സോ 1 എന്നും കൊടുത്ത് ഡിഫോൾട്ട് വാല്യൂ 1 ആണ്. എന്നിട്ട് എന്ത് കൊടുക്കണം, പ്രിൻറ്റ്. ഈ വാല്യൂ ഐയിലല്ലേ കൊടുക്കുക, ഐ പ്രിൻറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ പ്രിൻ്റ് ആവും, 1 2 3 10 വരെ പ്രിൻ്റ് ആവും. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ കുറേ പ്രോഗ്രാംസ് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഫോർ ലൂപ്പിന് റേഞ്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയോ. ഇനി നമുക്ക് ഒരു വേർഡിനകത്ത് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യണമെന്നാണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ പറയാം, ഫോർ ലെറ്റർ ഇൻ പൈത്തൺ എന്ന വാക്കിനകത്തുള്ള ലെറ്റേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഞാൻ ഫോർ ലെറ്റർ ഇൻ പൈത്തൺ എന്ന് കൊടുത്തിട്ട് പ്രിൻറ്റ് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് കറണ്ട് ലെറ്റർ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഏത് ലെറ്ററാണ് കറണ്ട് ലെറ്റർ എന്ന് കൊടുക്കേണ്ടത്. അപ്പം എനിക്ക് ഈ കറണ്ട് ലെറ്റർ എന്ന് ഔട്ട്പുട്ടിൽ എഴുതി വരണം. അതിൻ്റെ കൂടെ ഏത് ലെറ്ററാണ് ഇപ്പം കറണ്ട് ലെറ്റർ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം. അതിന് കോമ ലെറ്റർ എന്ന് കൊടുക്കുക.
ഇനി എൽസ് പാർട്ടിൽ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് വെച്ചാൽ എല്ലാ ലെറ്ററും തീർന്നു കഴിയുമ്പോൾ എൽസ് പാർട്ടിൽ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം, കമ്മിങ് ഔട്ട് ഓഫ് ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു എന്ന് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും, ആദ്യത്തെ ലെറ്റർ പി പ്രിൻറ്റ് ചെയ്യും. പൈത്തണിൻ്റെ ആദ്യത്തെ ലെറ്റർ ഏതാണ്, പി ആണ്. അപ്പോൾ പി പ്രിൻറ്റ് ചെയ്യും. ഇനി അടുത്തത് YTHON ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യും. ഇത്രയും ലെറ്റേഴ്സും പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് എന്ത് കാണിക്കും, കമ്മിങ് ഔട്ട് ഓഫ് ലൂപ്പ് എന്ന് കാണിക്കും. ഓക്കെ, ആണ്. ഇനി എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണം. ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ഒരുപോലെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ലെറ്റർ പൈത്തൺ എന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പോൾ എനിക്ക് ഈ H എന്ന് പറയുന്ന ഇതെത്തുമ്പോൾ ബ്രേക്ക് ചെയ്യണം എന്ന് വെച്ചോ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഫ് ലെറ്റർ എന്ന് പറയുന്നത് H ആണ് എങ്കിൽ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി പ്രിൻറ്റ് ചെയ്യുക, പ്രിൻറ്റ് ലെറ്റർ. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തത് പ്രിൻറ്റ് ലെറ്റർ. ഇങ്ങനെയാണ് ഞാൻ പ്രോഗ്രാം കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം പൈത്തണിനകത്തുള്ള ലെറ്റേഴ്സ് ആദ്യം വരും. ആദ്യം P വരും. അപ്പോൾ P = H ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലല്ലോ, അപ്പോൾ P പ്രിൻ്റ് ആവും. അടുത്തത് Y വരും. Y = H ആണോ, അല്ല, അപ്പോൾ Y പ്രിൻ്റ് ആവും. ഈ T വരും. T = H അല്ല, അപ്പോൾ T പ്രിൻ്റ് ആവും. ഇനി അടുത്തത് H വരുമ്പോൾ H = H ആണ്, അപ്പോൾ എന്ത് പറ്റും, അവിടെ വെച്ച് പ്രോഗ്രാം ടെർമിനേറ്റ് ആവും. ഇത്രയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന സെയിം എക്സാമ്പിളാണ്. ലെറ്റർ H ആവുമ്പോൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുക. അപ്പോൾ ആദ്യം P ലെറ്റർ പ്രിൻറ്റ് ചെയ്തു അല്ലേ. ഇനി അടുത്തത് Y ചെയ്തു, T ചെയ്തു, H എത്തുമ്പോൾ എന്ത് ചെയ്തു, H = H ആണ് അല്ലേ. അപ്പോൾ എന്തുവാ, കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ H സ്കിപ്പാവും. എന്നിട്ട് എന്താ, വീണ്ടും അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവും. അടുത്ത ലെറ്റർ ഏതാ, O ആണല്ലേ. O = H അല്ല, അപ്പോൾ O വീണ്ടും പ്രിൻ്റ് ആവും. ഇനി അടുത്ത N ആണ്. N = H അല്ല, അപ്പോൾ N പ്രിൻ്റ് ആവും. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. CBSE +11 to 12 അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിനും അതുപോലെ BTech ട്യൂഷൻ എല്ലാത്തിനും നിങ്ങൾക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ താല്പര്യമുള്ളവർ 8075016572 ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.